ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2024 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം മഹാത്മാഗാന്ധിജിയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ഇവരൊക്കെയാണ്: ശ്രീ പാർവണ, സൗപർണിക, ആരവ് എം, ആദിനാഥ്, ശ്രീവാസ്, ഗായത്രി കെ, റയാൻ, ആത്രയ്, അശ്വിൻ, മുഹമ്മദ് ബിൻ സമീർ, ആവണി, അക്ഷിത. ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. നമ്മുടെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 500 ലൈക്കുകളാണ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏതാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി? ഉത്തരമറിയുന്ന എല്ലാവരും തന്നിരിക്കുന്ന ടൈമറിനുള്ളിൽ ഉത്തരമറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഭാരതരത്നമാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡൽഹൌസി പ്രഭു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വില്യം ജോൺസ്. നാലാമത്തെ ചോദ്യം ഇതാണ്: ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബംഗാൾ വിഭജനം. അഞ്ചാമത്തെ ചോദ്യം: വിദേശികളുടെ മെച്ചപ്പെട്ട ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശികളുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? വിദേശികളുടെ മെച്ചപ്പെട്ട ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശികളുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇങ്ങനെ പറഞ്ഞത് ബാലഗംഗാധര തിലക് ആണ്. ആറാമത്തെ ചോദ്യം ഇതാണ്: ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ആരാണ് ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ നേതാവ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ നേതാവ്. ഏഴാമത്തെ ചോദ്യം: 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? കൽക്കട്ടയിലെ നൗഖല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി ഉണ്ടായിരുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപമാണ് ഫക്കീർ കലാപം. 1772 ഈ ഫക്കീർ കലാപം നടക്കുന്നത്. വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ഏതാണ്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നാനാ പാട്ടീലാണ് സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാനാ പാട്ടീൽ. 11ാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്?
ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു എന്നിവരാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു? പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത്. 13ാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ്? ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് പൂനെയിലെ ആഗാഖാൻ എന്ന് പറയുന്ന കൊട്ടാരത്തിലാണ്. 14ാമത്തെ ചോദ്യം ഇതാണ്: അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയുടെ പേരെന്താണ്? നമ്മുടെ സ്വദേശ് മെഗാ ക്വിസിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമായിരിക്കും. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയാണ് ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയവേ രചിച്ച കൃതി. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 15ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദീറാം ബോസാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. 16ാമത്തെ ചോദ്യം: ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേതാണ്? പലതരത്തിലുള്ള വട്ടമേശ സമ്മേളനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതായ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേതാണ്? 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1930. 17ാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി. വീഡിയോയിലെ 18ാമത്തെ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? സെപ്റ്റംബറിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മറക്കരുത്, 1940 സെപ്റ്റംബറിലാണ്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അഥവാ മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അഥവാ മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മാഗാന്ധിജിയെയും മറ്റ് നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മാഗാന്ധിജിയെയും മറ്റ് നേതാക്കളെയും മോചിപ്പിച്ചത് 1944 മെയ് മാസത്തിലാണ്. 21ാമത്തെ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്ന് തടവ് ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്ന് തടവ് ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. 22ാമത്തെ ചോദ്യം ഇതാണ്: ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്ന മൈതാനം ഏതാണ്? മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനമാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറക്കരുത്, മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. 23ാമത്തെ ചോദ്യം: ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണ്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. 24ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്?
1947 ജൂലൈ 22-ാം തീയതിയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. നമ്മുടെ ഈ വീഡിയോയിലുണ്ടായ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ്. അതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ബോണസ് ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏതു വർഷമാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വിന്നറേയും ഉത്തരവും പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.